ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന സിനിമകൾ, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ, ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഒരു വീഡിയോ ആണ്. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര മൾട്ടി സ്റ്റാർ ചിത്രം ഏപ്രിൽ 23 വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ്. പാൻ ഇന്ത്യൻ സിനിമയാണ്. 5 ഭാഷയിലായിട്ടാണ് ചിത്രം എത്താൻ പോകുന്നത്. വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ്. അതോടൊപ്പം ലാലേട്ടൻ്റെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L366. തരുൺ മൂർത്തി തുടരുമെന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ നായകനാക്കി ചിത്രീകരിക്കുന്ന സിനിമയാണ്. ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു സാധാ കോൺസ്റ്റബിളിന്റെ വേഷത്തിലാണ് ലാലേട്ടൻ എത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഒരു AI വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഏറ്റവും അവസാനം തിയേറ്ററിൽ വന്ന സിനിമ കളങ്കാവൽ എന്ന സിനിമയാണ്. മമ്മൂട്ടി കമ്പനി ചെയ്ത 7ാമത്തെ ചിത്രമായിരുന്നു. നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു കഥാപാത്രം തന്നെയായിരുന്നു മമ്മൂക്കയുടെ. സൈനൈഡ് മോഹൻ്റെ ആ ഒരു ക്യാരക്ടറുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ. ആ സിനിമയിലെ ഒരു രംഗവും L366 എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ രംഗവും കൂടെ ചേർത്തുകൊണ്ട് ഒരു AI വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ അത് വൈറലായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് പുതിയ സിനിമകളുടെ വിശേഷം കൂടെ പറയാനുണ്ട്. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കാം. Stanley that. അടിപൊളിയല്ലേ? AI ക്രിയേഷൻ ആണ് ഈ ഒരു വീഡിയോ. ഈ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഒഫീഷ്യലായിട്ട് ഇറക്കിയതാണോ ഇനി ഒരു ഫാൻ മെയ്ഡ് ആണോ എന്നറിയില്ല. എന്താണെങ്കിലും നൈസ് സാധനം വരുന്നല്ലേ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ മമ്മൂക്കാടേതായിട്ട് ഇനി ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ ലെജൻഡ് ആയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പദയാത്ര എന്ന സിനിമയാണ്. ഇതിപ്പം സെൻട്രൽ ജയിലിൽ സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 മമ്മൂക്കായുടെ ഒരു സിനിമ മത്സര രംഗത്തേക്ക് ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം 2 ലെജൻഡുകൾ ഒന്നിക്കുന്ന ഒരു വലിയൊരു സിനിമ തന്നെയാണ് പദയാത്ര എന്ന സിനിമ. എന്തായാലും അതിൻ്റെ ഒരു ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കേറെ അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടവും കൂടെ ഈ ഒരു അവസരത്തിലുണ്ട്. നെക്സ്റ്റ് ഫിലിം ഫെയർ അവാർഡിനും മമ്മൂക്കായുടെ ബ്രഹ്മയുഗം എന്ന സിനിമ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ്, ഈ ഒരു അവാർഡ് കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ഒരു നടൻ മമ്മൂക്ക ആവും. കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളൊരു നടൻ മമ്മൂക്കയാണ്. കുറച്ച് വൈകിയാണെങ്കിലും മമ്മൂക്കയെ തേടി പത്മഭൂഷണും എത്തി. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല നല്ല സിനിമകൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും